പാമ്പുകടി. ഹോ, ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നും, അല്ലേ? പക്ഷേ ആ പേടിക്കപ്പുറം നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോഴേ ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ചില സത്യങ്ങൾ. അപ്പോ എന്താണ് ഈ പാമ്പുകടി മരണങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം? നമുക്കൊന്ന് നോക്കിയാലോ. പാമ്പുകടിയേറ്റ് ആളുകൾ മരിക്കുന്നു, അതൊരു സത്യമാണ്. പക്ഷേ അതിന്റെ കാരണം അത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അത്ര സിമ്പിളല്ല. കാരണം മിക്ക മരണങ്ങൾക്കും കാരണം പാമ്പിന്റെ വിഷം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ വിഷം കൊണ്ടല്ല പലപ്പോഴും. അപ്പോ പിന്നെ ആരാണ് യഥാർത്ഥ വില്ലൻ? അതെ, നമ്മുടെ പേടിയും പിന്നെ ആ പേടി കൊണ്ട് നമ്മൾ കാണിച്ചുകൂട്ടുന്ന ചില മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ തെറ്റായ ചികിത്സാ രീതികളുമാണ് യഥാർത്ഥ വില്ലൻ. ഇതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ എങ്ങനെയാണ് ഈ പേടി ഒരു കൊലയാളിയായി മാറുന്നത്? അത് മനസ്സിലാക്കുന്നതാണ് അതിജീവനത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതൊരു സിമ്പിൾ സയൻസാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ പേടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഹൃദയമിടിപ്പ് കൂടും, അല്ലേ? ശ്വാസമെടുക്കുന്നത് വേഗത്തിലാകും. നമ്മുടെ ശരീരം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറും. അപ്പൊ എന്തു പറ്റും? ഹൃദയം കൂടുതൽ ശക്തിയിൽ രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ രക്തത്തിൽ പാമ്പിന്റെ വിഷം കലർന്നിട്ടുണ്ടെങ്കിലോ? അതെ, ആ വിഷം വളരെ വേഗത്തിൽ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കും. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ പേടി തന്നെ വിഷത്തിന് ഒരു എക്സ്പ്രസ് ഹൈവേ പണിതു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പേടിയെ മറികടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ശരിയായ അറിവാണ്. അപ്പൊ നമുക്ക് പാമ്പുകളെപ്പറ്റി, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള പാമ്പുകളെ പറ്റിയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ദേ, ഈ കണക്കൊന്ന് നോക്കിക്കേ. ഇന്ത്യയിലുള്ള പാമ്പുകളില് ഏകദേശം 80%, അതായത് 5ൽ 4 പാമ്പുകളും വിഷമില്ലാത്തവയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ കാണുന്ന ഭൂരിഭാഗം പാമ്പുകളും ഒരു ഉപദ്രവവും ചെയ്യാത്തവയാണ്. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറഞ്ഞില്ലേ? അപ്പൊ പ്രശ്നക്കാരാരാ? ബാക്കി വരുന്ന 20%. ഈ അപകടകാരികളായ പാമ്പുകളിൽ തന്നെ ഇന്ത്യയിൽ മനുഷ്യജീവന് ഏറ്റവും കൂടുതൽ ഭീഷണിയുണ്ടാക്കുന്ന 4 പേരുണ്ട്. അവരെ ഒരുമിച്ച് ബിഗ് 4 എന്നാണ് പറയുന്നത്. ആരൊക്കെയാണെന്നല്ലേ? നമ്മുടെ മൂർഖൻ, ശംഖുവരയൻ, അണലി, പിന്നെ ചുരുട്ടമണ്ഡലി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക പാമ്പുകടി മരണങ്ങൾക്കും കാരണം ഈ 4 പേരാണ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. ഒരുപക്ഷേ നിങ്ങളിൽ പലർക്കും ഇതറിയാമായിരിക്കില്ല. ഈ 4 ഭീകരന്മാരിൽ ആരാണ് കടിച്ചതെന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഈ 4 പേർക്കെതിരെയും ഒരൊറ്റ മരുന്നേയുള്ളൂ. അതാണ് പോളിവാലന്റ് ആന്റി സ്നേക്ക് വെനം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കടിച്ച പാമ്പ് ഏതാണെന്ന് നോക്കാൻ അതിന്റെ പിന്നാലെ ഓടുകയോ ഫോട്ടോ എടുത്ത് സമയം കളയുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ആ സമയം കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോകാം. ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയല്ലേ? അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത് വെറുതെയല്ല. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ പേടിയും തെറ്റിദ്ധാരണയും കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പണ്ടുമുതലേ കേട്ടുവരുന്ന, സിനിമയിലൊക്കെ കണ്ട് നമ്മൾ ശീലിച്ച പല ഫസ്റ്റ് എയ്ഡ് രീതികളും യഥാർത്ഥത്തിൽ ജീവന് ആപത്താണ്. ഒന്നാമത്തേത് മുറുക്കി കെട്ടുന്നത്. ഇത് രക്തയോട്ടം തടഞ്ഞ് ആ കയ്യോ കാലോ തന്നെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. പിന്നെ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നത്. ഇതുകൊണ്ട് വിഷം പുറത്തു പോകില്ല, പകരം ഇൻഫെക്ഷൻ വന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാകും. സിനിമയിൽ കാണുന്ന പോലെ വിഷം വായുകൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അത് സഹായിക്കാൻ വരുന്ന ആളുടെ ജീവൻ കൂടി അപകടത്തിലാക്കും. അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുക, ഐസ് വയ്ക്കുക, ഇതിനൊന്നും ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഇതൊക്കെ ആശുപത്രിയിലെത്താനുള്ള വിലപ്പെട്ട സമയം വൈകിപ്പിക്കുകയുള്ളൂ. അപ്പോ ഇതൊന്നും ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യണ്ടേ? ആ തെറ്റുകളൊക്കെ ഒഴിവാക്കി ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ലളിതമാണ്, എന്നാൽ ഏറ്റവും ഫലപ്രദവുമാണ് ഈ കാര്യങ്ങൾ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമതായി, കടിയേറ്റാളെ സമാധാനിപ്പിക്കുക. പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുക. 2, കടിയേറ്റ ഭാഗം അധികം അനക്കാതെ വയ്ക്കുക. പറ്റുമെങ്കിൽ ഒരു മരക്കഷ്ണമോ സ്കെയിലോ വെച്ച് ചെറുതായിട്ടൊന്ന് കെട്ടാം, മുറുക്കരുത്. 3, രോഗിയെ നടത്തിക്കൊണ്ടുപോകരുത്, അവരെ എടുത്തോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ കൊണ്ടുപോവുക. 4, ആ ഭാഗത്ത് നീര് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മോതിരം, വള, വാച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ ഊരിമാറ്റുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യം, 1 സെക്കൻഡ് പോലും പാഴാക്കാതെ ആന്റിവെനം സൗകര്യമുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. ഇനി കേട്ടോളൂ മറ്റൊരാശ്വാസമുള്ള കാര്യം.
ഒരു വിഷപ്പാമ്പ് കടിച്ചൂന്ന് വെച്ച് എല്ലായ്പ്പോഴും വിഷം നമ്മുടെ ശരീരത്തിൽ കയറണമെന്നില്ല. ചിലപ്പോൾ അതൊരു ഡ്രൈ ബൈറ്റ് ആകാം. അതായത് പാമ്പ് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കടിക്കുന്നതാണ്. പക്ഷെ അത് ഡ്രൈ ബൈറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് കടിയായാലും സ്വയം ചികിത്സിക്കാനോ നിസ്സാരമാക്കാനോ നിൽക്കാതെ നേരെ ആശുപത്രിയിലേക്ക് പോവുക. അതാണ് ഏറ്റവും പ്രധാനം. ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണല്ലോ. അപ്പോ ഈ പാമ്പുകടി ഏൽക്കാതിരിക്കാൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായ കുറച്ചു കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കുക. പാമ്പുകളുടെ പ്രധാന ഭക്ഷണമായ എലിയൊന്നും അങ്ങനെ വരില്ല. പിന്നെ വീട്ടിൽ ചെറിയ ദ്വാരങ്ങളോ വിള്ളലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കുക. രാത്രി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ഒരു ടോർച്ച് കയ്യിൽ കരുതണം. ഇനി അഥവാ ഒരു പാമ്പിനെ കണ്ടാൽ അതിനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും നിൽക്കരുത്. നമ്മൾ അതിന്റെ വഴിക്ക് വിട്ടാൽ അത് നമ്മുടെ വഴിക്കും പൊക്കോളും. അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ എല്ലാം കാതൽ എന്താണ്? അത് ഈ മൂന്നേ വാക്കുകളിലുണ്ട്. 1. അറിവ്. ശരിയായ അറിവുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ പേടി പമ്പ കടക്കും. 2. ഭയമില്ലായ്മ. ആ പേടി കുറയുമ്പോഴെന്തു പറ്റും? നമ്മൾക്ക് സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആ അപകടം പിടിച്ച തെറ്റുകളൊന്നും നമ്മൾ ചെയ്യില്ല. 3. ജീവൻ. ആ തെറ്റുകൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് വിലപ്പെട്ട സമയം ലാഭിക്കാം, ശരിയായ ചികിത്സ തേടാം, അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാം. കണ്ടില്ലേ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവരങ്ങൾ വെറും ഒരു ഫോർവേഡ് മെസ്സേജായി കാണരുത്. ഇതൊരു ജീവൻ രക്ഷിക്കാനുള്ള അറിവാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടുമൊക്കെ ഷെയർ ചെയ്യുക. കാരണം അടുത്ത തവണ പാമ്പിനെപ്പറ്റി കേൾക്കുമ്പോൾ പേടിച്ചു വിറയ്ക്കുന്നതിനു പകരം എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളായിരിക്കും നിങ്ങൾ. ഓർക്കുക, ആ അറിവിന് ഒരു ജീവന്റെ വിലയുണ്ട്.